ജോയ്സി ടീച്ചറെ ഏറ്റവും അടുത്ത സുഹൃത്തും ഏറെ വർഷങ്ങളായിട്ടുള്ള പരിചയവും അതോടൊപ്പം തന്നെ ജീസസ് യൂത്തിന്റെ മുൻ ഇന്റർനാഷണൽ കോർഡിനേറ്ററുമായ അഡ്വക്കേറ്റ് പ്രൈജു വർഗീസ് ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുകയാണ്. വളരെ നാളത്തെ ബന്ധമുണ്ട് ജോയ്സി ചേച്ചിയുമായിട്ട്. എങ്ങനെയാണ് ആ ജോയ്സി ടീച്ചറെ ലൈഫും ഒക്കെ എല്ലാം കാണുന്നത്? ജോയ്സി തീർച്ചയായിട്ടും എൻ്റെ ഒരു പെങ്ങളാണ്. പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഒരു പെങ്ങളുടെ അപ്പുറത്ത് ഒരു വിശുദ്ധയുടെ മതസംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എയർപോർട്ട് മുതൽ ഈ നിമിഷം പറഞ്ഞ അവിടെ ഉണ്ട്. കാരണം ഇത് ഒരു വലിയ ചരിത്രമാകാൻ പോകുന്നൊരു ദിവസമാണെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാനിത് പറയാൻ കാരണം വെറുതെ പറയല്ല. എനിക്ക് ജോയ്സിയെ അമല നഴ്സിംഗ് കോളേജിൽ BSc നഴ്സിംഗ് ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കാലം മുതൽ ജീസസ് യൂത്ത് വഴിയാണ് എനിക്ക് പരിചയമുള്ളത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ജോയ്സിക്ക് ക്യാൻസർ വന്നു എന്നറിഞ്ഞിട്ട് ഞാൻ ഇവിടെ ജോയ്സിയെ കാണാൻ വരുന്ന സമയത്ത് 4ാമത്തെ ശരീരഭാഗത്ത് ക്യാൻസർ വന്നൊരു സമയത്താണ് ഞാൻ ഈ വീട്ടിൽ വരുന്നത്. അതിന് മുമ്പ് പ്രാവശ്യം ഞാൻ കണ്ടിരുന്നു 3 ഭാഗത്ത് ശരീരഭാഗത്ത് ക്യാൻസർ വന്നപ്പോൾ ഞാൻ കണ്ടിരുന്നു. പിന്നീട് 4ാമത്തെ ശരീരഭാഗത്തും കൂടെ അത് ലങ്സിൽ ക്യാൻസർ വന്ന സമയത്ത് ഞാൻ കുറച്ച് ആളുകളുമായിട്ട് ഒരുമിച്ച് ഇവിടെ ജോയ്സിയെ കാണാൻ വരാനൊരു സാഹചര്യം ഉണ്ടായി. അന്ന് വന്ന സമയത്ത് ഞങ്ങളൊരു 3 വണ്ടിയിൽ കുറേ ആളുകൾ ഇവിടെ എത്തി. അപ്പം ഞങ്ങളോട് ഈ കൊച്ചു വീട്ടിലിരുന്ന ജോയ്സി അത്ര സന്തോഷത്തോടെയാണ് എങ്ങനെയാണ് ഒരു 5 പിള്ളേരുടെ അമ്മയായ ഒരു പെൺകുട്ടി ഇത്രയും ശരീരഭാഗത്ത് ലങ്സിൽ ഉൾപ്പെടെ 4ാമത്തെ ക്യാൻസർ വന്നിട്ട് ഇത്ര സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഇതിങ്ങനെ ആളുകളോട് പറയാൻ പറ്റുന്നതെന്ന് എനിക്ക് അത്ഭുതമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന ഒരു വണ്ടി കുറച്ച് വൈകിയാണ് വരുന്നത്. അത് പള്ളിയിൽ ഒരാളെ വെയിറ്റ് ചെയ്യായിരുന്നു, കല്ലൂർ പള്ളിയിൽ. അപ്പോൾ ഞങ്ങൾ ബാക്കി എല്ലാവരും വീട്ടിൽ വന്നപ്പോൾ അവൾ സന്തോഷത്തോടു കൂടി ഇങ്ങനെ കഥകൾ പറയുകയാണ്. അവൾക്ക് 16 ഓപ്പറേഷൻ നടന്ന കഥയും അവളുടെ ഈ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങൾ, 4ാമത്തെ ക്യാൻസർ. അവൾ പറഞ്ഞ അവസാനത്തെ ഈ സർജറിക്ക് പോയപ്പോൾ അനസ്തേഷ്യൊന്നും ഏൽക്കില്ല. അപ്പോൾ അവരോട് ഡോക്ടർമാരോട് പറഞ്ഞു, എൻ്റെ കർത്താവ് ഈശോ മിശിഹായെ തിരുവിലാവിലേക്ക് കുത്തിയപ്പോൾ ആരും അനസ്തേഷ്യൊന്നും കൊടുത്തിട്ടല്ല, അതുകൊണ്ട് കീറിക്കോളാൻ പറഞ്ഞ് പച്ചയ്ക്ക് ഇത് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ അത്ഭുതപ്പെട്ടും ഒക്കെ കണ്ണു നിറഞ്ഞും ഒക്കെ കേട്ടുകൊണ്ടിരുന്ന അവൾ അവസാനിപ്പിക്കാൻ പോകുമ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ജോയ്സി മോളെ ഒരു വണ്ടിയും കൂടെ വരണുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് പള്ളിയിൽ നിൽക്കുന്ന ഒരു വണ്ടിയും കൂടെ വരും. അപ്പോൾ ഇവളീ ഇതൊന്നോടെ ചെറുതാക്കി അവളുടെ അനുഭവം പറയണം എന്നുള്ളതാണ്. പക്ഷെ ഞാനിങ്ങനെ മോളെ ഒരു വണ്ടിയും കൂടെ വരണ്ടെന്ന് പറഞ്ഞപ്പോൾ അവളതിനെ വേറെ അർത്ഥത്തിലാണ് എടുത്തത്. അവൾ ചാടി ഒരു സെക്കൻഡ് പോലും ഇല്ലാതെ പ്രതികരിച്ചത്, അതിനെന്നാ റേജു കുഴപ്പം, 4 ക്യാൻസർ എന്ന് എൻ്റെ കർത്താവിന് എൻ്റെ 5ാമത്തെ ക്യാൻസർ സുഖപ്പെടുത്താൻ പറ്റും. ഞാൻ അത്ഭുതപ്പെട്ടു പോണത് ഒരു സാധാരണ മനുഷ്യന് ഇങ്ങനെ ഒരിക്കലും പറയാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പാണ് ദൈവത്തെ അതുപോലെ അറിഞ്ഞ് ദൈവത്തിൻ്റെ മകളാണെന്ന് മനസ്സിലാക്കി യേശുക്രിസ്തുവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അതുപോലെ മുന്നോട്ട് പോണ ഒരാളാണ് ജോയ്സി. അതുകൊണ്ട് മാത്രമാണ്, ക്രിസ്തുവിനെ അതുപോലെ അടുത്തറിഞ്ഞ ഒരാളായതുകൊണ്ട് മാത്രമാണ് അങ്ങനെ പറയാൻ സാധിച്ചത്. ഞാൻ ഒരു ചെറിയ കാര്യം കൂടി പറയാം. ഇന്നിപ്പോൾ ഞാൻ എയർപോർട്ട് മുതൽ കൂടെയുണ്ട്. ഞങ്ങൾ അവിടുന്ന് വന്ന ആ ഒരു പെട്ടി പൊളിച്ച് നമ്മുടെ സാധാരണ മഞ്ചയിലേക്ക് ശവപ്പെട്ടിയിലേക്കൊക്കെ മാറ്റി. അപ്പോൾ ഹസ്ബൻഡ് ജെയ്സനും ജോയ്സിയുടെ ഒരു കൂട്ടുകാരി ഇവിടെ തന്നെ ഉണ്ട്, ബെൻസിയൊക്കെ പറയുന്നത്, ജോയ്സി പറഞ്ഞ ഒരു കാര്യം, ജോയ്സി ഉപയോഗിക്കുന്ന ബൈബിള് ശരീരത്തിൽ വെക്കണം, അത് മാറ്റരുതെന്ന് തന്നെയാണ് പറയണത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വെക്കാം, എന്നിട്ട് തിരിച്ച് ചിലപ്പോൾ മാറ്റാം, ബൈബിളല്ലേ എന്നൊക്കെ പറയുമ്പോഴും അവൾ അത്രമാത്രം ദൈവവചനത്തിന് വേണ്ടി, ദൈവവചനം മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി അതുപോലെ കഷ്ടപ്പെടുന്ന ഒരാളാണ്. മറ്റൊരു കാര്യം കൂടി ഉള്ളത്, അവളുടെ ഈ ക്യാൻസർ ഇത്രയും വന്നപ്പോഴും അവൾ ഒരിക്കൽ പോലും അസ്വസ്ഥപ്പെട്ടിട്ടില്ല. പക്ഷെ അവളുടെ സ്വരത്തിൽ ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ള അവസാനം വന്നപ്പോൾ അവൾ അത് വർത്താനം പറയാനുള്ള തടസ്സം കൊണ്ടോ അല്ലെങ്കിൽ അതിന് സങ്കടമൊന്നുമല്ല, അത്രമാത്രം വേദന അവൾ എടുത്തിട്ടാണ് ഇപ്പോൾ മരിച്ചത്. ലാസ്റ്റ് ഈ ലങ്സിൻ്റെ അകത്ത് ഈ ട്യൂമറിൻ്റെ പ്രശ്നം കൊണ്ട് അതുപോലെ എത്ര പെയിൻ കില്ലർ കൊടുത്തിട്ടും ഇല്ലാത്ത, പക്ഷേ സ്വരം പോകുന്നതിനെ കുറിച്ച് അവൾ അസ്വസ്ഥപ്പെടും. കാരണം എനിക്ക് ദൈവവചനം കർത്താവിനെ കുറിച്ച് പറയാതെ എനിക്ക് ജീവിക്കണ്ട. അപ്പോൾ അത് കർത്താവ് ആ പ്രാർത്ഥന കേട്ടതുപോലെയാണ്, അവളെ ആ ഒരു കറക്റ്റ് സമയത്ത് വിളിച്ചുകൊണ്ട് പോകുന്നത് പോലെയാണ്, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു ചെറിയ കാര്യം കൂടെ പറയുന്നത്, ഒത്തിരി ആളുകൾ വളരെ സഫറിങ്, ബുദ്ധിമുട്ട്. ഞാനൊരു കുഞ്ഞ് ഇൻസിഡൻറ്റ്, ഞാൻ ഓസ്ട്രേലിയയിൽ അഡ്ലേഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ചെന്നപ്പോൾ എനിക്ക് വർഷങ്ങളായിട്ട് നാട്ടിൽ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ജീസസ് യൂത്തിൽ പരിചയമുള്ളൊരു ജിം എന്ന് പറഞ്ഞൊരു പയ്യൻ. ജിമ്മ് കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷമായിട്ട് മക്കളില്ല. അവ ആദ്യമായിട്ട് ഭാര്യ ഗർഭിണിയായി 3 മാസമായപ്പോൾ പ്രഗ്നൻ്റാന്ന് അറിഞ്ഞ അതേ സമയം തന്നെ ഇവന് എന്ത് ക്യാൻസറാന്ന് ഞാൻ മറന്നുപോയി, ക്യാൻസർ അത് വളരെ മോശം സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്തു. തകർന്നടിഞ്ഞിരിക്കുന്ന ഒരു വീട്ടിലേക്കാണ് ഞാൻ അഡ്ലേഡിൽ ചെല്ലുന്നത്. ഞാൻ 1 മണിക്കൂറോളം അവരോട് സംസാരിച്ചപ്പോഴും എനിക്ക് മനസ്സിലായി എൻ്റെ വാക്കുകൊണ്ടൊന്നും കാര്യമില്ല. അപ്പോൾ അന്ന് UAE ഈ ജോയ്സിയോട് ഞാനൊരു ഗൂഗിൾ മീറ്റ് വീഡിയോ കോളിൽ വരാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ കണക്ട് ചെയ്ത് ഈ ജിമ്മിനും വൈഫിനും ഇത് കൊടുത്ത്. എനിക്കറിയാം ജോയ്സിയോടൊരു 3 മിനിറ്റ് സംസാരിച്ച് തീരുന്നതിന് മുമ്പ് അവൻ്റെ 2 പേരുടെ മുഖത്തും വെട്ടം കത്തുന്നത് എനിക്ക് കാണാം, പ്രകാശം വരുന്നത് കാണാം.
എന്നിട്ട് ജിം പറയണ ചേച്ചിയുടെ ക്യാൻസർ കേൾക്കുമ്പോൾ എൻ്റെ ക്യാൻസർ എന്ത് ക്യാൻസറാണ് ചേച്ചി എന്നാണ് പറയണത്. ജോയ്സി നിരന്തരമായിട്ട് അവരുമായിട്ട് കണക്ട് ചെയ്തിരുന്നു, അവരുമായി ബന്ധപ്പെട്ടിരുന്നു. ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യം, ജോയ്സിയുടെ ഒരു പ്രത്യേക പ്രാർത്ഥന കൊണ്ടും ആ മധ്യസ്ഥ പ്രാർത്ഥന കൊണ്ടും ഒക്കെ കൂടിയാകണം ഈ ക്യാൻസർ, ജിമ്മിൻ്റെ ക്യാൻസർ സുഖപ്പെട്ട് ഭാര്യ വളരെ സുഖപ്രസവത്തോടു കൂടി കുഞ്ഞ് ജനിച്ച്. ഒത്തിരി പേരോട് ഇത്തരത്തിൽ എനിക്കറിയാം, ജോയ്സിയോട് സംസാരിക്കുമ്പോൾ അവരുടെ സഹനങ്ങൾ ഏറ്റെടുക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ കർത്താവിൻ്റെ മുമ്പിൽ അനേകർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥന കൊണ്ട് അനേകർക്ക് സൗഖ്യവും ജീവിതത്തിൽ അനുഗ്രഹങ്ങളും മേടിച്ചു കൊടുത്താളാണ് ജോയ്സി. അപ്പോൾ ഇപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർത്തപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവളൊരു വിശുദ്ധയായി അനേകർക്ക് മധ്യസ്ഥയാണെന്ന് എനിക്കൊരു സംശയമില്ല. 5 മക്കളുടെ അമ്മയാണ്. പ്രോ ലൈഫിന്റെ വലിയൊരു സാക്ഷ്യം കൂടിയായിരുന്നു ജോയ്സി ചേച്ചി. ഇപ്പൊ ഞങ്ങളോട് വരുമ്പോഴും ഞങ്ങൾ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, മക്കള് അടുത്തിരുന്ന് ജപമാലകൾ കൈകളെടുത്ത് ജപമാല ചൊല്ലുന്നൊരു കാഴ്ച ഞങ്ങളെ വളരെയധികം അത്ഭുതപ്പെടുത്തി. അമ്മയുടെ ഈ ഒരു വേർപാടിലും ആ മക്കൾ അത്രത്തോളം ഈശോടൊപ്പം ചേർന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു ദുഃഖത്തിലേക്ക് പോവാതെ ഈശോയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരു കാഴ്ച, അതിനെക്കുറിച്ച് എന്താണ്? ഞാൻ തീർച്ചയായിട്ടും ജോയ്സി എൻ്റെ കൃത്യമായ അറിവനുസരിച്ചാണ് ജോയ്സിയുടെ 5 സിസേറിയൻ നടന്നു. 5ാമത്തെ സിസേറിയൻ വന്നപ്പോഴാണ് ആദ്യമായി ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നത്. ഞാൻ ഈ വീട്ടിൽ ആദ്യമായി വന്നത്, അത് ഞാൻ പറഞ്ഞല്ലോ, 3 ശരീരഭാഗങ്ങളിൽ ക്യാൻസർ ഐഡന്റിഫൈ ചെയ്തൊരു സമയത്താണ്. അന്ന് ഞാൻ ഈ വീട്ടിൽ വന്നപ്പോൾ എല്ലാവരും ഉണ്ട്. ജെയ്സൺ ചേട്ടനുണ്ട്, ജോയ്സിയുണ്ട്, മക്കളുണ്ട്. അപ്പോൾ ഈ ജെയ്സൺ ചേട്ടനെയും മക്കളെയൊക്കെ ജോയ്സി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു രീതി എന്നെ അതുപോലെ അത്ഭുതപ്പെടുത്തി. അപ്പോൾ അന്ന് ഞാൻ അത്ഭുതപ്പെടുന്ന ജെയ്സൺ ചേട്ടനാണ് അന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരു മെസ്സേജൊക്കെ പറയുന്നത്. കുടുംബത്തെ മുഴുവൻ അങ്ങനെ പ്രിപ്പയർ ചെയ്തു. ഞാൻ ഏറ്റവും ഒടുവിൽ മക്കളെക്കുറിച്ചൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. കാരണം ഈ ജോയ്സിയുടെ മരണത്തിൻ്റെ ഏറ്റവും മനോഹരമായൊരു കാര്യം, ഞങ്ങൾ കുറേ ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓൺലൈനിലൊരു ഗൂഗിൾ മീറ്റിൽ ഒരു വീഡിയോ ഇതിൽ വന്ന് ലൈവായി നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എനിക്കും ഭാഗ്യവശാൽ ദൈവാനുഗ്രഹം കൊണ്ട് ആ സമയത്ത് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ കറക്റ്റ് കാർ ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ്, ഞാൻ എൻ്റെ വൈഫുണ്ട്. അപ്പോൾ ഞാൻ മൂവാറ്റുപുഴ എന്ന് പറഞ്ഞ ടൗണിലെത്തി എപ്പോഴേക്കുമാണ് ജോയ്സി മരിക്കുന്നത്. അപ്പോൾ ഈ ജോയ്സിയുടെ 3ാമത്തെ മകൻ, അല്ലെങ്കിൽ ഒരേ ഒരു മകനുള്ളത് ജോഷുവ, കൂത്താട്ടുകുളത്ത് പഠിക്കുന്നു, മൂവാറ്റുപുഴ ഒരു ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവനെ തപ്പി ഞാനിങ്ങനെ നടന്ന്, അപ്പോൾ അവൻ ഏത് ഹോസ്റ്റലാണെന്നൊരു പിടുത്തം എനിക്ക് കിട്ടുന്നില്ല. കാര്യം ജോയ്സിനോട് പലവട്ടം പറഞ്ഞെങ്കിലും ഞാൻ വിചാരിച്ച അച്ഛന്മാരെ ഏത് ഹോസ്റ്റലാണ്. അപ്പോൾ അവസാനം ഞാൻ ഇവൻ്റെ നമ്പർ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ട് ഇവനെ വിളിക്കുമ്പോൾ, നമുക്ക് എല്ലാ കുഞ്ഞു കുട്ടികളും കേൾക്കേണ്ട ഒരു കാര്യം, ഞാൻ വിളിക്കുമ്പോൾ ഇവൻ ഹോസ്റ്റലിൽ നിന്ന് പോയി മൂവാറ്റുപുഴ ടൗണിലുള്ള ഹോളി മാഗി പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെയൊക്കെ ഒരു പക്ഷേ ഞാൻ പോലും, എൻ്റെ അമ്മ മരിച്ചാണ്, തീർച്ചയായിട്ടും ദൈവകൃപയാൽ വിശ്വാസത്തിൽ ഏറ്റെടുക്കാൻ എനിക്ക് പറ്റി. എന്നാൽ ഇതുപോലെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ പോലും ചിലപ്പോൾ നമ്മുടെ കാരണവർ മരിച്ചാൽ ഒന്ന് അപ്സെറ്റായി എവിടെയെങ്കിലും ഒന്നിരിക്കും, ഒന്ന് സങ്കടപ്പെട്ട് മാറിയിരിക്കും. ഈ കുഞ്ഞ് ഒറ്റയ്ക്ക് ഹോസ്റ്റലിലുള്ള കുഞ്ഞ് ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൂട്ടുകാരനെയും കൂട്ടി അവൻ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തി ലൈവിൽ ഇതറിഞ്ഞ സമയത്ത് ലൈവിലുണ്ടായിരുന്ന അവൻ നേരെ പോയത് തൊട്ടടുത്തുള്ള ടൗണിലെ ഹോളി മാഗി എന്ന് പറയുന്ന മൂവാറ്റുപുഴയിലുള്ള കത്തോലിക്ക പള്ളിയിലേക്കാണ്. പള്ളിയിൽ പോയി ഞാൻ പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. അവിടെ പോയാണ് ഞാൻ അവനെ കൂട്ടിക്കൊണ്ട് വന്ന് നമ്മൾ അവനെ ഹോസ്റ്റലിൽ പോയി അവനെ പിന്നീട് തൃശ്ശൂർ എത്തിക്കുന്നത്. അപ്പോൾ ജോഷുവയുടെ ആ ഒരു ഇടപെടലിൽ തന്നെ നമുക്കറിയാമല്ലോ ബാക്കി മക്കൾ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അത്ര രസമായിട്ടാണ് അത് ജോയ്സിയുടെ ജീവിത മാതൃക. ജെയ്സൺ ചേട്ടനും ജോയ്സിയും ഒരുമിച്ച്, പ്രത്യേകിച്ച് ഈ പ്രതിസന്ധികളുടെ നാളുകളിൽ വിശ്വാസത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് നടത്തിയ വഴികൾ മക്കളെ അതുപോലെ സ്വാധീനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അമ്മ സ്വർഗത്തിൽ പോയാലും അമ്മയുടെ ഈ സാന്നിധ്യവും അമ്മ ഇവിടെ വെച്ച് പകർന്നു നൽകിയ വിശ്വാസവും ആ മക്കളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം.